ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സൂറത്തുൽ ബലദ് മക്കിയായ 20 ആയത്തുകളുള്ള പരിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ സൂറത്തിൻ്റെ വിശദീകരണമാണ് ദർസാണ് ഇന്ന്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ അങ്ങ് ഈ നാട്ടിൽ അനുവദനീയമായ ആളാണ്. 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് പരിശുദ്ധ മക്കയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹത്വങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് വളർന്ന രാജ്യമാണ്, നാടാണ് മക്ക, സൗദിയിലെ മക്ക. ആ മക്ക കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിരിക്കുന്നത്. പ്രാചീന കാലം മുതൽക്ക് തന്നെ പാവനമായും പ്രശസ്തവുമായ ഒരു നാടാണ് മക്ക. ലോകത്ത് ആദ്യമായി സ്ഥാപിതമായ ആരാധനാലയമായ കഅബ മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഅബയുടെ നാനാഭാഗത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു നിശ്ചിത പ്രദേശം, അതിനെ ഹറം എന്നും പറയും. അത്രയും സ്ഥലത്ത് വേട്ടമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. അവിടെയുള്ള വൃക്ഷങ്ങളെയോ സസ്യലതാദികളെയോ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. അവിടെ വെച്ച് മറ്റൊരാളെയും കൊലപ്പെടുത്തുവാൻ പാടില്ല, യുദ്ധം ചെയ്യുവാൻ പാടില്ല. ഈ ഒരു രീതി മുൻപ് മുതൽക്കേ, പുരാതന കാലം മുതൽക്കേ തുടർന്നു വരുന്ന ഒരു ശൈലിയാണ്. ആ ശൈലിയെ ഇസ്ലാമും അംഗീകരിക്കുകയാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ വിശ്വാസികളും അവിശ്വാസികളും ഈ ഒരു പവിത്രത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മക്കക്കാർ യഥാർത്ഥ വിശ്വാസികളല്ലാത്തത് കൊണ്ട് തന്നെ പല വൃത്തികേടിലും താന്തോന്നിത്തരവുമായി ജീവിച്ചു പോരുന്ന ആളുകളായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ അവരും ഈ മക്കയുടെ കഅബയുടെ ഹറമിൻ്റെ ഈ പവിത്രത സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സത്യത്തിന് ഉപയോഗിക്കുമ്പോൾ, മക്കയെ അള്ളാഹു സത്യം ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ കൂടി തൊട്ടുണർത്തുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. ഇത്രയും പോരിശേറിയ മഹത്വമുള്ള ഈ നാട്ടിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഇമാം റാസി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം. മക്ക ഉൾക്കൊള്ളുന്ന ഹറമിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അവിടെ പ്രവേശിച്ചാൽ അവർ നിർഭയരാണ്. അത് എല്ലാവരുടെയും ഖിബലയാണല്ലോ. അവിടെ ലക്ഷ്യം വെച്ച് ആരാധനക്കെത്തൽ അള്ളാഹു, അതായത് ഹജ്ജിന് പോവൽ അള്ളാഹു കഴിവുള്ളവർക്ക് ബാധ്യതയാക്കിയിട്ടുണ്ട്. വേട്ടയാടൽ അവിടെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മഹത്വമുള്ള മക്കയിലെ കഅബക്ക് അതിൻ്റെ നേർ മുകളിലായിട്ട് ബൈത്തുൽ മഅ്മൂർ എന്ന ഭവനം അള്ളാഹു ആകാശലോകത്ത് അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും മഹത്വമുള്ള മക്കയെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് എന്ന് ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹറമിൽ വെച്ച് യുദ്ധം പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഈ നിയമം നബിയെ അങ്ങേക്ക് അനുവദനീയമാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് ഇങ്ങനെയാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം മക്കയിൽ യുദ്ധങ്ങളൊന്നും പാടില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ യുദ്ധം ചെയ്യാൻ ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊക്കെ അറിയാം, മക്കം ഫതഹിൻ്റെ ദിവസത്തിൽ റസൂലുള്ളാഹ്ക്ക് അള്ളാഹു യുദ്ധം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് 2-ാമത്തെ വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു ഈ നാട്ടിൽ യുദ്ധം അനുവദനീയമാക്കിയവരാണ് എന്നതിൻ്റെ സാരമായിട്ട് വ്യാഖ്യാതാക്കൾ നമ്മോട് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. എന്നാൽ ഫത്ഹ് മക്ക നടക്കുന്നത് ഹിജ്റയുടെ 8-ാം വർഷമാണ്. അപ്പോൾ ഇതിനാസ്പദമാകുന്ന ഈ ഒരു യുദ്ധത്തിനെക്കുറിച്ച് മുൻപ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവചനം പോലെ ഈ ആയത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മക്കിയായ ഈ സൂറത്തിലെ 2-ാം വചനം അള്ളാഹുവിൻ്റെ റസൂലിന് അനുവദനീയമാക്കി കൊടുത്ത ഈ ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ്. എന്തിനാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യുദ്ധം അനുവദനീയമാക്കി കൊടുത്തത്? കാരണം മക്ക, കഅബ എന്നൊക്കെ പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഉണർത്തിയതുപോലെ ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാം പടർന്നു വന്തരിച്ചു. ഹിജ്റ 8-ാം വർഷത്തിലാണല്ലോ നാം നേരത്തെ പറഞ്ഞ ഫത്ഹ് മക്ക നടക്കുന്നത്. ഹിജ്റ 8 മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകിയ ഇസ്ലാമിക പ്രചാരണത്തിന് ആക്കം കൂടുകയും അങ്ങനെ ലോകമെമ്പാടും ഇത് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇസ്ലാമിൻ്റെ ഈറ്റില്ലമാവേണ്ട മക്കയും അതേപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയമാകുന്ന കഅബയും
ബിംബാധിപത്യത്തിൽ തന്നെ മുഴുകിക്കിടക്കുകയായിരുന്നു എന്ന ഒരു വൈരുദ്ധ്യത്തിന് അറുതി വരുത്താൻ വേണ്ടി ആരംഭപ്പുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുടെ ഒരു കരാർ ലംഘനത്തിൻ്റെ ചുവട് പിടിച്ച്, അതായത് ആ കരാർ നമുക്കൊക്കെ അറിയാം, ഹുദൈബിയ സന്ധി, അതിൻ്റെ ലംഘനം മക്കക്കാർ കുറൈശികൾ നടത്തിയപ്പോൾ അത് കാരണമാക്കിക്കൊണ്ട് സൈന്യസമേതം മക്കയിലെത്തിയ ഹറമിൻ്റെ മഹത്വത്തിന് ഒരു കുറവും പറ്റാത്ത രൂപത്തിൽ മക്കയെ മോചിപ്പിക്കുകയും അങ്ങനെ അവിടെ ഇസ്ലാമിക സംസ്ഥാപനം നടത്തുകയും ചെയ്തു. എന്നാലും അവിടെ ചെറിയ ചില സംഘടനകൾ നടന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനപരമായി കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികൾക്ക് നിർഭയം പ്രഖ്യാപിച്ചുകൊണ്ട് ആരെയും ആക്രമിക്കാതെ, ജയിലിലിറക്കാതെ, തടവിലാക്കാതെ വളരെ ശാന്തമായ രീതിയിലായിരുന്നു മക്കം വിജയം നടന്നത്. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ അനുവദനീയമാക്കി കൊടുത്തു എന്ന് പറഞ്ഞത്. മക്കം എന്ന് പറയുന്ന ഈ ഒരു നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും ഹിജ്റയ്ക്ക് മുമ്പ് വരെയുള്ള ജീവിതവും കൊണ്ട് മഹത്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്നും അക്കാരണത്താൽ മക്കയുടെ സവിശേഷതയ്ക്ക് വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങി എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്നും പറഞ്ഞ ആളുകളുണ്ട്. അപ്പം വന്തഹില്ലും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായ നാട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും മക്കക്കാർ എല്ലാ മഹത്വങ്ങളും ഈ നാടിനെ വകവെച്ച് കൊടുക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും സൗകര്യം ലഭിച്ചാൽ കൊല്ലാൻ വേണ്ടിയിട്ട് തക്കം പാർത്ത് നിന്നതും അനുവദനീയമായി കാണുന്നതിനാൽ അവരുടെ വിശ്വാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കുന്നത് ഈ നാട്ടുകാർക്ക് അനുവദനീയമാണ് എന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. വിശുദ്ധ ഖുർആനാണ്, പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. വവാലിദിം വമാ വലത്, ജനയിതാവിനെയും അത് ജനിപ്പിച്ചവനെയും കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സത്യം ചെയ്യലാണ്. ഇവിടെ വാലിദ് എന്നതുകൊണ്ട് ഉദ്ദേശം ആദം നബി ആണെന്നും വമാ വലത് കൊണ്ട് ഉദ്ദേശം അവിടുത്തെ സന്താന പരമ്പരയാണെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. മറ്റൊരു വ്യാഖ്യാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമുമാണ് ഇവിടുത്തെ വാലിദെന്നും വമാ വലത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആണെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാ ജനിപ്പിക്കുന്ന വാലിദാകുന്ന ആളുകളും അവർക്ക് ജനിച്ച ആളുകളുമാണെന്ന് വ്യാപകാർത്ഥം പറഞ്ഞ ആളുകളുമുണ്ട്. ഇതാണ് ഇമാം തൊബരി അവിടുത്തെ തഫ്സീർ തൊബരിയിലും മറ്റുമൊക്കെ റാജിഹാക്കിയിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് വളരെ പ്രയാസത്തിലാണ്, വിഷമങ്ങളിലായിക്കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഇടുങ്ങി കുടുങ്ങി ആ ഇരുട്ടറയിൽ ജീവിച്ചു. അതിനുശേഷം പ്രയാസമേറിയ പ്രസവം, അതിനുശേഷം ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ധാരാളം പ്രയാസങ്ങൾ. ഇനി മരണമുണ്ട്, ഖബറിലെ ചോദ്യമുണ്ട്, അത് കഴിഞ്ഞ് ശിക്ഷയുണ്ട്, പുനർജന്മമുണ്ട്, വിചാരണയുണ്ട്, ഹിസാബ്, അത് കഴിഞ്ഞിട്ട് മീസാനും പിന്നെ സിറാത്തും. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ട അപകടങ്ങളെയും ബുദ്ധിമുട്ടുകളെയുമാണ് ഇവിടെ വിഷമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇമാം റാസി റഹിമഹുല്ല ഇവിടെ പറയുന്ന മറ്റൊരു വ്യാഖ്യാനം, മനുഷ്യന് ഭൂമിയിൽ യാതൊരു രസവും അനുഭവിക്കുന്നില്ല, മറിച്ച് വേദനകളോ അതല്ലെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷപ്പെടലോ മാത്രമാണ് അവന് ഭൂമിയിലുള്ളത്. അതായത് വിശപ്പ് എന്ന് പറയുന്ന വേദനയ്ക്ക് ഭക്ഷണം ഒരു രക്ഷപ്പെടൽ മാത്രമാണ്. അതേപോലെ തന്നെ വസ്ത്രം എന്ന് പറയുന്നത് ചൂടിൻ്റെയും തണുപ്പിൻ്റെയും വേദനയ്ക്കൊരു പരിഹാരം മാത്രമാണ്. ഇങ്ങനെയാകുമ്പോൾ മനുഷ്യന് ഭൂമിയിൽ സുഖമില്ലെന്നും അവൻ്റെ യഥാർത്ഥ സുഖം അവൻ്റെ ആത്യന്തിക വിജയമാകുന്ന പരലോകത്താണെന്നും ഇമാം റാസി റഹിമഹുല്ല കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനിയാണ് റബ്ബ് മനുഷ്യനോട് ചോദിക്കുന്നു, അയഹ്സബു അല്ലൻ യഖ്ദിർ അലൈഹി അഹദ്, ഇങ്ങനെ ബലഹീനനായ മനുഷ്യ, നിന്റെ മേൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഭാവിക്കുന്നത്. യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ, അതായത് അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഒരുപാട് സമ്പത്ത് ധനം ചെലവാക്കി നശിപ്പിച്ചു എന്നാണ് വമ്പ് പറയുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ അവിടുത്തെ ജീവിതത്തെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം തകർക്കാൻ വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നത് ബഹുമതിയായി കണ്ട ഈ മുശ്രിക്കുകൾ, മക്കയിലെ അവിശ്വാസികളുടെ ഈ ഒരു ജൽപ്പനമാണ് അല്ലാഹു ഇഷ്ടപ്പെടാത്തതിനാലും അവർക്കെതിരിൽ പ്രയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും അധർമ്മത്തിനും സഹായം ചെയ്താൽ അത് സ്വീകാര്യമല്ല, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, വെറും വീമ്പ് പറയാൻ മാത്രമേ അതുകൊണ്ട് കഴിയുകയുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം അവരുടെ ഈ അവകാശവാദത്തിൻ്റെ നിരർത്ഥകതയാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ആവർത്തിക്കുന്നു, യഹ്സബു അല്ലം യറഹു അഹദ്, അവനെ ആരും കണ്ടിട്ടില്ലെന്ന് അവൻ വിചാരിക്കുന്നുവോ? അതായത് മനുഷ്യൻ എന്ത് ചെയ്താലും തന്നെ ആരും കാണുകയില്ലെന്ന മിഥ്യാധാരണയിലാണോ മനുഷ്യനുള്ളത് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം.
എന്നാൽ അള്ളാഹു സദാസമയവും മനുഷ്യനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ ഫജറിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ സൂറത്തുൽ ബഅദ്. അവൻ്റെ സമ്പത്ത് എങ്ങനെ സംഭരിച്ചുവെന്നും അവൻ എന്തിന് ചെലവഴിച്ചുവെന്നും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും എന്നതിന് അവനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കാര്യങ്ങൾ. അലം നജഅൽ ലഹു ഐനൈൻ. ശേഷം അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്ന് എണ്ണിപ്പറയുന്നു. അവന് 2 കണ്ണുകൾ നാം നൽകിയില്ലേ? മനുഷ്യന് അള്ളാഹു നൽകിയ കണ്ണിനെക്കുറിച്ച് മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയാണ്. ധിക്കാരിയായി നടക്കുന്ന മനുഷ്യൻ്റെ നിലപാടിനെ അള്ളാഹു എതിർത്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് മനുഷ്യൻ്റെ കഴിവുകേടിനെയും അള്ളാഹുവിൻ്റെ കഴിവിനെയുമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. കാണാൻ 2 കണ്ണ് എത്ര വലിയ അനുഗ്രഹമാണ്. എന്നാൽ ധിക്കാരിയായ മനുഷ്യൻ അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് കാണുന്നില്ല, മറിച്ച് അവൻ വിരോധിച്ചതിലേക്ക് അവൻ്റെ കണ്ണിനെ ചലിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള 2 കണ്ണ് നൽകിയിട്ടും ലോകസൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനോ അവന് കഴിയുന്നില്ലല്ലോ. വലിസാനം വശഫത്തീൻ. ഒരു നാവും അതിന് ഉറയായിക്കൊണ്ട് 2 ചുണ്ടുകളും അള്ളാഹു നൽകിയല്ലോ. മനുഷ്യന് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഭക്ഷിക്കാനും രുചി അറിയാനും മറ്റും വേണ്ടി അള്ളാഹു അവന് ഒരു നാവ് നൽകി. ആ നാവിന് സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് 2 ചുണ്ടുകളും സംവിധാനിച്ച അള്ളാഹു, ആ റബ്ബിൻ്റെ മഹത്വം എത്രയാണ്, അവൻ്റെ അനുഗ്രഹങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്നതായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ്, നീ കണ്ണുപയോഗിച്ച് കാണാൻ പാടില്ലാത്തത് കാണരുത്. കാണാൻ പാടില്ലാത്തത് കാണുകയാണെങ്കിൽ ആ കണ്ണുകൾ നീ മൂടണം. അതിൻ്റെ മൂടി എന്ന് പറഞ്ഞാൽ അത് കണ്ണടക്കല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കണ്ണടച്ചാൽ നാം സേഫല്ലേ? കണ്ണടച്ചാൽ നാം ഹറാമ് കാണുകയില്ലല്ലോ. അപ്പോൾ അതിനുള്ള വലിയ അനുഗ്രഹമല്ലേ അള്ളാഹു നമുക്ക് നൽകിയത്. അതേപോലെ തന്നെ ഒരു നാവ്, അതിന് ശക്തമായ കവറും അള്ളാഹു നൽകി. അള്ളാഹു അനുവദിച്ചത് മാത്രം നാവ് ഉപയോഗിച്ച് സംസാരിക്കണമെന്നും മറ്റു വല്ലതും സംസാരിക്കാൻ തോന്നുമ്പോൾ നീ ആ കവർ ചുണ്ടുകൾ ഉപയോഗിച്ച് നാവിനെ മൂടണമെന്നും മുത്ത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വഹദൈനാഹുൻ നജ്ദൈൻ. തെളിഞ്ഞു കാണുന്ന 2 വഴികൾ അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അള്ളാഹു പറയുക, 2 വഴികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നന്മയും തിന്മയും, സത്യവും അസത്യവും രണ്ടും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തു. അതായത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകമായി വർത്തിക്കുന്ന മാതാവിൻ്റെ സ്തനങ്ങളാണ് 2 വഴികൾ എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. ഏതായാലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വഴിയായി കാണാതെ, അതിന് മുതിരാതെ അള്ളാഹുവിനെ എതിരിൽ പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്ത ആളുകളോടാണ് അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നത്. ഇനി അള്ളാഹു പറയാൻ പോകുന്നത് നന്മയുടെ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള ചില മാർഗങ്ങൾ എന്തൊക്കെയാണ്. അള്ളാഹു പറയുന്നു, ഫലഖ്തഹമൽ അഖബ. എന്നിട്ടവർ ആ മാർഗത്തിൽ തിരക്കി കടന്നിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം, വമാ അദറാക്കമൽ അഖബ. ആ മാർഗം, നന്മയുടെ മാർഗം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഫക്കു റഖബ. അത് അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്വാമും ഫീ യൗമിൻ ദീ മസ്ഖബ. പട്ടിണിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകലാണ്. യതീമൻ ദാ മഖറബ. കുടുംബത്തിലുള്ള ബന്ധമുള്ള ബന്ധുവായ അനാഥകൾക്ക് ഭക്ഷണം നൽകലാണ്. ഔ മിസ്കീനൻ ദാ മത്രബ. അല്ലെങ്കിൽ വളരെയധികം ദാരിദ്ര്യതയിൽ പരിവട്ടത്തിൽ ജീവിക്കുന്ന സാധുവായ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. സുമ്മക്കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. ഇതിനൊക്കെ അപ്പുറം വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശം നൽകുകയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് പരാജിതർ, നന്മ അറിയാത്ത ആളുകൾ. അപ്പോൾ നന്മയിൽ പ്രവേശിക്കേണ്ട ആളുകൾ അടിമയെ മോചിപ്പിക്കണം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, യതീമിന് ഭക്ഷണം കൊടുക്കണം. അതിനൊക്കെ പുറമെ വിശ്വസിക്കുകയും കാരുണ്യം കൊണ്ടും അതേപോലെ തന്നെ ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യണം. അങ്ങനെ വിജയിച്ചാൽ അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഉലൈക അസ്ഹാബുൽ മൈമന. അങ്ങനെയുള്ളവരാണ് മൈമന, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വിജയികൾ. വല്ലദീന കഫറൂ ബി ആയാതിന ഹും അസ്ഹാബുൽ മശ്അമ. എന്നാൽ നമ്മുടെ ആയാത്തുകളെ നിഷേധിച്ച ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അവർ തീർച്ചയായിട്ടും പരാജിതരാണ്, തിന്മയുടെ ആളുകളാണ്. നന്മക്ക് നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ വലത്, അതുകൊണ്ടാണ് അസ്ഹാബുൽ മൈമന എന്ന് പറയുന്നത്. അലൈഹിം നാറും മുഅ്സദ. അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കഠോരമാകുന്ന ശിക്ഷ, ആ മുഅ്സദ അവരുടെ മേൽ അടച്ചു മൂടപ്പെടും. അതാണ് മുഅ്സദ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള തീ കുണ്ടാരമാണ് ഉണ്ടാവുക. അതായത് ഈ ഫലഖ്തഹമൽ അഖബ എന്നൊരു ചോദ്യം അള്ളാഹു ഇവിടെ ചോദിക്കുന്നുണ്ട്. അഖബ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പർവ്വതങ്ങളിൽ ഉണ്ടാകുന്ന ക്ലേശകരമായിട്ടുള്ള യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വഴികൾക്കാണ്, മാർഗങ്ങൾക്കാണ് ഈ ഒരു അഖബ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ നന്മയിലെത്താൻ മനുഷ്യന് കുറച്ച് പ്രയാസമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് പരലോക വിജയം നേടണമെങ്കിൽ മനുഷ്യൻ പ്രയാസങ്ങൾ സഹിക്കണം.
അതിൽ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും, മാനുഷികമായ പ്രയാസങ്ങളുണ്ടാകും, ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം മനുഷ്യൻ തരണം ചെയ്യണം എന്നതാണ് അള്ളാഹു ഇവിടെ പ്രത്യേകം ഉണർത്തുന്നത്. അതിന് മനുഷ്യൻ, അതായത് അടിമത്തം എന്ന് പറയുന്ന അസ്വസ്ഥമാകുന്ന ജീവിതത്തിൽ നിന്നും ആളുകളെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുന്ന സുഹൃതമാണ് അടിമമോചനം. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കളായ അനാഥകൾക്കും പരമദരിദ്രർക്കും പടുകുഴിയിലകപ്പെട്ട അഗതികൾക്കും അന്നം നൽകണം. സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമയും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യണം. എന്നിങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ താൽപ്പര്യമുള്ളവരായി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും അങ്ങനെ നന്മയുടെ ആളുകളായി തീരാനും അവർക്ക് മാത്രമാണ് രക്ഷയുള്ളതെന്നുമാണ് ഈ സൂറത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്തവർക്ക് ദൗർഭാഗ്യകരമാകുന്ന നരകശിക്ഷ അള്ളാഹു അവിടെ സംവിധാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നാം ഓരോ സമയത്തും അനുഭവിച്ച് അവനെക്കുറിച്ച് ചിന്തിക്കാനും നന്ദികേടുകൾ പ്രവർത്തിക്കാതിരിക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനം ഇതെല്ലാം നൽകിയ നാഥൻ്റെ ഇഷ്ടവും പൊരുത്തവും വാങ്ങാൻ ആവശ്യമായ വഴികളിലെത്താൻ നാം ശ്രമിക്കുകയും വേണം. ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും സൂറത്തുൽ ബലദ് അതിൻ്റെ ലഘു വിശദീകരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും മക്കയുടെ മഹത്വവും അതിൻ്റെ പുറമെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും പിന്നീട് മനുഷ്യൻ നന്മയിലെത്താൻ വേണ്ട ചില സുഹൃതങ്ങളുടെ വിശദീകരണവുമാണ്. അങ്ങനെയുള്ളവർ വിജയിക്കുമെന്നും അല്ലാത്തവർക്ക് കഠിനമായ നരശിക്ഷയുണ്ടെന്നുമാണ് ഈ ആയത്തുകളിൽ പറഞ്ഞു വെച്ചത്. അള്ളാഹു നന്മ നൽകുന്ന അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.